വിനോദസഞ്ചാരത്തിനെത്തിയ കുടുംബത്തിലെ 9 വയസ്സുകാരന്റെ മരണം ഭക്ഷ്യവിഷബാധയേറ്റതിനാലെന്ന് സംശയം. ഭക്ഷ്യവിഷബാധയുടെ ഉറവിടം അറിയാനുള്ള പരിശോധനകൾ അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്. പത്തനംതിട്ട അടൂർ ചൂരക്കുഴ കൊച്ചയത്ത് വിജയന്റെ മകൻ വൈശാഖാണ് മരിച്ചത്. 9 വയസ്സായിരുന്നു. വിജയന്റെ സഹോദരൻ അജയൻ, ഭാര്യ, 2 മക്കൾ എന്നിവർക്കൊപ്പമാണ് വൈശാഖും സഹോദരനും മൂന്നാറിലെത്തിയത്. ഇവർ താമസിച്ച ഹോം സ്റ്റേയിൽ വെച്ച് ഭക്ഷണം കഴിച്ച ശേഷമാണ് വൈശാഖിന് അസ്വസ്ഥത തുടങ്ങിയത്. പിന്നീട് ഇവർ വട്ടവട സന്ദർശിക്കുന്നതിനിടെ ഛർദി രൂക്ഷമായതിനെ തുടർന്ന് മൂന്നാറിലെത്തി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. രക്തപരിശോധനയിൽ ഭക്ഷ്യവിഷബാധ തെളിഞ്ഞെങ്കിലും ഗുരുതരാവസ്ഥയിലെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. പിന്നീടുള്ള യാത്രക്കിടെയാണ് വൈശാഖിന്റെ ആരോഗ്യസ്ഥിതി വഷളായത്. അടിമാലിയിലും നേര്യമംഗലത്തുമുള്ള ആശുപത്രികളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് കോതമംഗലം മാർ ബസേലിയൂസ് ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മാർ ബസേലിയൂസ് ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ മൂന്നാർ പോലീസ് പൂർത്തീകരിച്ച ശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയത്. അജയന്റെ 2 മക്കളെയും ഛർദി ഉൾപ്പെടെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് മാർ ബസേലിയൂസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. GTV ന്യൂസ്, കോതമംഗലം.